ആരാണ് വലതുപക്ഷം? നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതി മാറരുത്. സമ്പന്നരെല്ലാം അതിസമ്പന്നരായി നിൽക്കുന്നു, പട്ടിണി കിടക്കുന്നവർ പട്ടിണി കിടന്ന് മരിക്കുന്നു, ഉയർന്ന ജാതിക്കാർ പ്രഗത്ഭരായി നിൽക്കുന്നു, താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്ര കുത്തപ്പെട്ടവർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല തുടങ്ങിയ സവർണരായിട്ടുള്ള വൻകിട മുതലാളിമാരായിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന തിട്ടൂരങ്ങൾ അതിൽ മാറ്റമില്ലാതെ തുടരണം എന്നാഗ്രഹിക്കുന്ന യാഥാസ്ഥിതിക പക്ഷത്തെയാണ് വലതുപക്ഷം എന്ന് പറയുന്നത്. അമേരിക്കയിലെ ട്രംപ് വലതുപക്ഷമാണെന്ന് നാം പറയുന്നു. കാരണം അവിടുത്തെ കറുത്ത വർഗക്കാർക്കും അവിടുത്തെ സാധാരണ തൊഴിലാളിക്കും ഉന്നമനം ഉണ്ടാകണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആസ്തി കൂടിക്കൊണ്ടേയിരിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. കേരളത്തിലെ നരേന്ദ്രമോദി വലതുപക്ഷമാണെന്ന് നമ്മൾ പറയുന്നു. കാരണം ഇന്ത്യയിലെ മോഡിയുടെ ഭരണം ഈ നാട്ടിലെ സാധാരണക്കാരുടെ പട്ടിണി മാറ്റാൻ സമർത്ഥമായിട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കുന്നില്ല. അതിനു മുമ്പ് അധികാരത്തിൽ വന്ന കോൺഗ്രസും വലതുപക്ഷ സ്വഭാവമാണ് കാണിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം പൂർത്തിയായല്ലോ. എന്താ ഇന്ത്യയുടെ അവസ്ഥ? ഉത്തരേന്ത്യയിലൊക്കെ 4/3 ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നതാണ്. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കേണ്ടത് കോൺഗ്രസ് ജയിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഈ രാജ്യത്തിനുണ്ടായത് എന്നാണ്. കോൺഗ്രസ് ജയിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ഉത്തർപ്രദേശിലെ, മധ്യപ്രദേശിലെ, അതുപോലെ തന്നെ ഒഡീഷയിലെ, ബീഹാറിലെ ഒക്കെ പാവപ്പെട്ട മനുഷ്യർ പട്ടിണിക്കാടായിട്ട് തുടരുമോ? ഇത് നമ്മളൊരു പൊതുയോഗത്തിൽ കോൺഗ്രസിന് വഴക്ക് പറയാൻ വേണ്ടിയിട്ടോ BJPയെ പറയാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും പറയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ രാജ്യങ്ങളെ പട്ടികപ്പെടുത്തി ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾ, ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞതിനെ ഒന്നാമത് എഴുതുന്നു. ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് താഴേക്ക് വരുമ്പോ 117 രാജ്യങ്ങളെ പട്ടിക ഉണ്ടാക്കിയപ്പോ ഇന്ത്യയുടെ സ്ഥാനം 105-ാമതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് താഴെ 3-4 ദരിദ്ര രാജ്യങ്ങൾ ആഫ്രിക്കയിലൊക്കെയുള്ള ചില വളരെ പരമദരിദ്രരായിട്ടുള്ള സുഡാനൊക്കെ പോലുള്ള രാജ്യങ്ങളാണുള്ളത്. നമ്മുടെ അയൽവക്കക്കാരായിട്ടുള്ള ബംഗ്ലാദേശും അതുപോലെ തന്നെ നേപ്പാളും പാകിസ്ഥാനും അടക്കം ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ മുന്നിലാണ്. അപ്പോൾ ലോകത്തിലെ പരമദരിദ്രർ, ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ പട്ടിണി കിടക്കുന്ന മനുഷ്യർ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതിന് മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത കോൺഗ്രസും BJPയും എന്ത് ഗിമ്മിക്കാണ് ഇവിടെ കാണിക്കുന്നത്? കണക്കല്ലേ? കൊടും പട്ടിണിക്കാർ. ഈ രാജ്യത്ത് കോടീശ്വരന്മാരുണ്ട്. ലോകത്തിലെ അതിസമ്പന്നരുടെ കണക്കെടുത്താൽ ആദ്യത്തെ 10 പേരുടെ പട്ടികയിൽ 3-4 ഇന്ത്യക്കാരുണ്ടാകും. അദാനിയും അംബാനിയും ഒക്കെ ആ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യ സമ്പന്ന രാജ്യമായിരുന്നു. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഇപ്പൊ 5-ാമത്തെ സ്ഥാനത്താണ്. 3-ാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യയെ മാറ്റുമെന്നോ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഈ മീനങ്ങാടി ടൗണിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ആയിട്ടുള്ള എല്ലാവരും ആയിട്ടുള്ള മനുഷ്യർ എന്താ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ നാടിന്റെ ഡെമോക്രസിയെ കുറിച്ചും കാണുന്ന സ്വപ്നം? ഞങ്ങള് ആരോഗ്യ വകുപ്പിൽ ചിലപ്പോൾ പറയാറുള്ള ഒരു വാചകമുണ്ട്, നോ വൺ ഈസ് സേഫ് അണ്ടിൽ എവരി വൺ ഈസ് സേഫ് എന്ന്. എല്ലാവരും സുരക്ഷിതരാകുമ്പോൾ മാത്രമേ നമ്മളും സുരക്ഷിതരാകുന്നുള്ളൂ. ഒരു കൂട്ടം ആളുകൾ വലിയ സമ്പത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്നു. മഹാഭൂരിപക്ഷ ആളുകൾ കടബാധ്യതയും പട്ടിണിയും ഒക്കെ ആയിട്ട് രാജ്യത്ത് അലയുന്നു. ആ രാജ്യത്തിന് സമാധാനം ഉണ്ടാവില്ല. 79 വർഷം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ പട്ടിണിയും മാറ്റാൻ മതിയായ വർഷമാണ്. ചൈന ഒരു ഉദാഹരണമാണ്. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 49-ലാണ് ചൈനീസ് വിപ്ലവം നടന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു ചൈനയിൽ പോയ കാര്യം, ഈ അടുത്ത കാലത്ത് കണ്ടക്ടർ ടൂറിന്റെ ഭാഗമായിട്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാവരും ചൈനയിൽ പോകണം, ചൈന ഒരു അത്ഭുതമാണ്. ചൈന വേറൊരു അത്ഭുതമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായിട്ടുള്ള ചൈന സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ചില ആസൂത്രങ്ങൾ കാരണം പട്ടിണി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് വലിയ തോതിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ചൈനയോട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, പക്ഷേ ഒരു കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, ചൈന പട്ടിണി മാറ്റിയിരിക്കുന്നു. ജാതി മത വർഗീയ കലാപങ്ങൾ ഉണ്ടാകാറുള്ള പ്രദേശം തന്നെയായിരുന്നു ചൈന. ഇപ്പൊ നന്നായി കുറഞ്ഞിരിക്കുന്നു, ഇല്ലെന്ന് തന്നെ പറയാം. എന്നിട്ട് ലോകത്തിലെ വൻ ശക്തിയായിട്ട് അവർ മാറുന്നു. അവർ കച്ചവടമൊക്കെ നടത്തി, വലിയ പൈസക്കാരൊക്കെ അവിടെയുണ്ട്, അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ
വലിയ ഷാങ്ഹായ് പോലുള്ള സ്ഥലത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ചൈനീസ് ഗ്രാമങ്ങളിലെ പട്ടിണി മാറ്റാൻ നിർബന്ധമായിട്ടും വിനിയോഗിക്കണമെന്ന് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പറയുന്നുണ്ട്. ചൈന വലിയ മുതലാളിത്ത രാജ്യമല്ലേ, ഷാങ്ഹായിൽ ചെന്ന് നോക്കിയോന്നൊക്കെ. ശരിയാണ്, ഷാങ്ഹായും ഒക്കെ വലിയ മുതലാളിത്ത ബിസിനസ്സൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ചൈന പറയുന്നത് ആ മൂലധനമൊക്കെ ഉപയോഗപ്പെടുത്തിയാലേ നമുക്ക് പട്ടിണി മാറ്റാനുള്ള കാശ്, കാരണം ഈ മുതലാളിത്ത ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇറാൻ യുദ്ധം, അമേരിക്കയുടെ തന്ത്രം, അവിടുത്തെ എണ്ണ കൈക്കലാക്കാൻ, ഹോർമൂസ് കടലെടുത്ത് കൈക്കലാക്കാൻ, എന്നിട്ട് ആ എണ്ണ ഊറ്റിയെടുത്ത് വലിയ വിലക്ക് ഇന്ത്യക്കടക്കം വിറ്റ് കാശുണ്ടാക്കുകയാണ് ട്രംപ്. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് മുതലാളിമാർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞപ്പോ അത് ശിരസ് നമിച്ച് അനുസരിച്ചിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മീനങ്ങാടി ടൗണിലെ ഓട്ടോറിക്ഷക്കാരെ അടക്കം വഞ്ചിച്ചു. എണ്ണയുടെ വില കയറുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്കും ടാക്സിക്കാർക്കും പൈസ ബുദ്ധിമുട്ട് വരും. യുദ്ധം പെരുകുമ്പോൾ പാചകവാതകത്തിന് വില കയറിയാൽ യുദ്ധത്തിന്റെ വിപത്ത് നമ്മുടെ അടുക്കളയിലെത്തും. അങ്ങനെയല്ലേ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണേണ്ടത്? ഞാൻ അതിലേക്കൊന്നും ഈ ചെറിയ സമയത്ത് പോകുന്നില്ല. ഏതായാലും വലതുപക്ഷം എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളുടെയും ഉന്നമനം കാണാത്ത, ജനങ്ങളുടെ അധ്വാന ശക്തിയിൽ വിശ്വസിക്കാത്ത, അധ്വാനത്തിന് ഫലപ്രദമായി കൂലി കൊടുക്കാത്ത, ജാതി വിവേചനം അവസാനിപ്പിക്കാത്ത ഒരു കാഴ്ചപ്പാടിനെയാണ് വലതുപക്ഷം എന്ന് പറയുന്നത്. കോൺഗ്രസും BJPയും ആ വലതുപക്ഷ കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ കൃഷ്ണപ്പള്ളി അടക്കമുള്ള സഖാക്കൾ ഈ സമൂഹത്തിൽ പടർത്താൻ ശ്രമിച്ചത് ഇടതുപക്ഷ ആശയഗതികളാണ്. അതായത് നമ്മളെല്ലാവരും സമന്മാരാണ്. കൃഷ്ണപിള്ള ഈ ആശയം ഉൾക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവായി മാറിയപ്പോൾ ഓരോ പ്രദേശത്തും ചെന്ന് അന്നത്തെ ജന്മിമാരുടെ കടുത്ത ചൂഷണത്തിന് വിധേയരായി പട്ടിണി കിടക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അവരെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് പറഞ്ഞു, പത്തായം നിറഞ്ഞു കവിയുന്നു ജന്മിമാരുടെ, നമ്മുടെ വീട്ടിൽ പട്ടിണിയാണ്, അതുകൊണ്ട് ആ നിരവധി പത്തായങ്ങളിലെ ഒരു പത്തായത്തിന്റെ നെല്ല് നമുക്ക് കഞ്ഞി കുടിക്കാൻ തന്നാൽ പട്ടിണിയില്ലാതെ നമുക്ക് ജീവിക്കാം. ഈ നെല്ലെല്ലാം അധ്വാനിച്ചുണ്ടാക്കുന്നത് നമ്മൾ കർഷക തൊഴിലാളികളാണ്, അതുകൊണ്ട് ചോദിക്കണം. ആദ്യമൊക്കെ പേടിയായിരുന്നു, ചോദിച്ചാൽ ഉള്ള ഈ കുടില് കെട്ടി താമസിക്കാനുള്ള അവകാശം പോലും ഈ ജന്മി ഇല്ലാതാക്കും, കുടിയൊഴിപ്പിക്കും, അതുകൊണ്ട് ഞങ്ങൾ ആരും സമരത്തിനില്ല എന്ന് പാവങ്ങൾ പറഞ്ഞു. AKG അവരോട് ചോദിച്ചു, സ്വാതന്ത്ര്യം വേണ്ടേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചിട്ടാ ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് AKG പറഞ്ഞത്, 2 നേരം വയറ് നിറയെ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം വരും, അതിന്റെ പേരാണ് സ്വാതന്ത്ര്യം. ഇന്ന് പറയുന്നതിന് അർത്ഥമില്ല, നമ്മളെല്ലാം 2 നേരം ആഹാരം കഴിക്കുന്നുണ്ട്. പ്രയാസമൊക്കെ ഉണ്ട്, ഇനിയും കുടുംബ പ്രയാസം, നമുക്ക് പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ 2 നേരമെങ്കിലും ആഹാരം കഴിക്കുന്ന മനുഷ്യരായി കേരളത്തിലെ ജനങ്ങൾ നമ്മൾ മാറിയിരിക്കുന്നു. നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് അങ്ങനെ ആയിരുന്നില്ല, പട്ടിണി കിടന്നവരായിരുന്നു. ആ പട്ടിണിക്കാരോടത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ ഒരു കാലം വരുമോ? വരും. പൊതുവഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും നടക്കാൻ കഴിയുന്ന ഒരു കാലം വരും, അതിന്റെ പേരാ സ്വാതന്ത്ര്യം. അവര് പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരുമോ? ഉറപ്പായിട്ടും. പാടത്തും പറമ്പത്തും പണിയൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ച് ഒരു വെളുത്ത മുണ്ടെടുത്ത് നമുക്ക് വഴിയിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു കാലം വരും, അതാണ് സ്വാതന്ത്ര്യം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട, ഞങ്ങളുടെ മക്കൾക്കെങ്കിലും അത് അനുഭവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളും സമരത്തിനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സമരം ചെയ്താൽ അത് നേടാൻ കഴിയുമെന്ന് കൃഷ്ണപ്പള്ളി അടക്കം പഠിപ്പിച്ചു. ചില കവികൾ എഴുതി, അത്തിക്കൊമ്പിൽ ചെങ്കൊടി കെട്ടി പാടത്ത് നാട്ടടി പെണ്ണെ, പേടിക്കണ്ട നമ്മുടെ നാട്ടിൽ സഖാവ് വന്നത് അറിഞ്ഞില്ലേ നീ. ജന്മിക്കെതിരായിട്ട് സമരം ചെയ്യാൻ പോകുമ്പോ പലരും പേടിച്ചിട്ട് പറഞ്ഞു, വേണ്ട, തമ്പുരാനോട് കളിക്കണ്ട. അപ്പോ മറ്റു സഹാക്കള് പറഞ്ഞു, ഒരു മരത്തിന്റെ കമ്പിൽ ചെങ്കൊടി കെട്ടിയിട്ട് ഈ പാടത്ത് നാട്ട്, ഒട്ടും പേടിക്കണ്ട, നമ്മുടെ കൂടെ സഖാവുണ്ട്. സഖാവ് കൃഷ്ണപിള്ള അത്രയും ധീരനായിട്ടുള്ള പോരാളിയായിരുന്നു, പാവങ്ങളുടെ സഖാവായിരുന്നു.